ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്ക് തണ്ണിമത്തൻ്റെ തൊണ്ട് വെച്ചിട്ടൊരു പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് നല്ല കനം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളിതിനൊരു സവോള പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട്, ഇതിൻ്റെ മുന്നത്തെ ഒരു പച്ചടി വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും. അപ്പം അതുപോലെ നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഈ കൂട്ടിൽ ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്കിത് വഴറ്റിയെടുക്കണം. തേങ്ങയും കടുകും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുക്കണം. തേങ്ങ നമുക്കിത് ചേർത്തി കൊടുക്കാം. ഇത് വെന്താൽ മതി. നമുക്ക് കടിക്കുന്ന രൂപത്തിൽ മുന്നത്തെ പച്ചടിയുടെ അതേ രൂപ കേട്ടോ. നമ്മൾ അരപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തണ്ണിമത്തനായതുകൊണ്ട് അതിനകത്ത് ആവശ്യത്തിൽ അധികം വെള്ളം ഉണ്ടാകും. അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് നോക്കിയിട്ട് ചേർത്തി കൊടുക്കണേ. അപ്പോൾ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് കടുകൊക്കെ വറുത്തിടാം. അപ്പം എല്ലാവരും ഈ രീതിയിൽ പച്ചടി ഉണ്ടാക്കി നോക്കണേ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ വറവിട്ട് കൊടുത്തു, നന്നായി ഇളക്കി. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും പച്ചടി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.